പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും മാധ്യമ പ്രവർത്തകരുടെയും അടപ്പിക്കുന്ന വാക്ചാതുര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്നും ഓരോ ദിവസവും ഉണ്ടാകുന്നത്. അത് നിയമസഭയിലായാലും പൊതുവേദിയിലായാലും വാർത്താ സമ്മേളനത്തിലായാലും ഉരുളക്കുപ്പേരി എന്ന നിലയിൽ കനത്ത മറുപടി നൽകി അടപ്പിക്കുന്ന നിലപാട് എത്ര പ്രശംസിച്ചാലും അധികമാവില്ല. ഒരു നല്ല ഭരണകർത്താവിന് അവശ്യം വേണ്ടത് മറയില്ലാതെ തുറന്നു സംസാരിക്കുവാനും വെല്ലുവിളികളെ നേരിടുവാനുമുള്ള സത്യസന്ധമായ വാക്ചാതുര്യമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കാഴ്ചവെച്ച മികച്ച പ്രവർത്തനത്തിൽ ആകൃഷ്ടരായ ജനങ്ങളാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി എന്ന ഉന്നത പദവിയിൽ എത്തിച്ചത്. ജനത്തിന് തെറ്റു പറ്റിയിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കുന്ന ഇത്തരം മഹനീയ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ എന്നും ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാം. വിഴിഞ്ഞം വീണ്ടും വാർത്താ പ്രാധാന്യം നേടിവരുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇടതുമുന്നണികളും വിവാദം നടത്തി വരുന്നത്. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച പത്രദൃശ്യ മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളുടെ മുനയൊടിച്ച സമീപനത്തിലേക്ക് ഒരു എത്തിനോട്ടം. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? എന്നിട്ട് അത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇപ്പോൾ രണ്ട് മൂന്ന് ചോദ്യമായി. ഇനി എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങോട്ട്. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. ചോദിച്ചു 2, 3, 4 പേര് ചോദിച്ചോ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. എന്ത് തെറ്റാണ് സർക്കാർ ചെയ്തത്? ജൂൺ 5 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5. ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11 അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെൻറ്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിഞ്ഞ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5 MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇത് 2025 MSC കമ്പനി നടത്തി. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇനി ജൂലൈ 1 വാർത്ത, വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? എന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് ഇത് കടൽ കൊള്ള, സതീശൻ, അദാനി, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ കേരളത്തിൽ നടക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലേ? ഞാനിത് കുറേ ദിവസം ആസ്വദിക്കരുത്. സതീശൻ മൗനമാണ്. ഈ നിശബ്ദതയ്ക്ക് എന്തോ അർത്ഥമുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ ഓഹരി കൈമാറ്റത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. എനിക്ക് കിട്ടിയ കമ്മീഷൻ വരെ പറഞ്ഞു ഒരു മാധ്യമം. 13,000 കോടിയുടെ കണക്കാക്കിയിട്ട് 2% കണക്കാക്കിയിട്ട് എനിക്ക് അവർ സെബിക്ക് കത്തയച്ചു. അപ്പം ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പ്രയോർ അപ്രൂവലിന് കത്ത് തന്നു. അവിടെ കത്ത് തന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം.
ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഇപ്പോൾ പറഞ്ഞല്ലോ മോണോപോളി വരും, ഈ കൺസെഷൻ എഗ്രിമെൻറ്റ് പോലും ഒന്ന് വായിച്ചു നോക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പ്രസംഗിച്ചത്. MSC കമ്പനിക്ക് കൊടുത്താൽ MSC കമ്പനിയുടെ മോണോപോളി വരും, കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാവും, അവിടെ വേറെ ആർക്കും അവിടെ കയറാൻ പറ്റില്ല എന്ന് പറയും. ഞാൻ ആ ഉമ്മൻചാണ്ടിക്കും കെ ബാബുവിനൊരു സലാം കൂടി കൊടുക്കുകയാണ്, ഒരു സല്യൂട്ട്. അവർ ആ കൺസെഷൻ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാക്കിയ ഗവൺമെൻറ് ഇടപെടാൻ പറ്റുമെന്ന്. 581 എഴുതി വെച്ചിട്ടുണ്ട്. കോമൺ യൂസർ ഫെസിലിറ്റി വേണം, ഒരാളുടെ മോണോപ്പൊളി അവിടെ പറ്റില്ല എന്ന്. ഈ ഗവൺമെൻറ് MSCക്ക് ഇത് കൊടുത്താൽ അവിടെ വേറെ ഒരാൾക്ക് ഓപ്പറേഷൻ നടത്താൻ പാടില്ല എന്നാണ് ആരോപണം പറഞ്ഞത്. അത് ഇവർ വന്നാൽ അങ്ങനെ ആവുമെന്ന്. ആ ക്ലോസ് വരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ എഗ്രിമെൻറ്റിൽ. കൺസെഷൻ എഗ്രിമെൻറ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് ഈ MSC ആയിട്ടുള്ള ചർച്ച നടത്തിയത് അറിയാം. അവർ വന്നാൽ ഈ LDF ഗവൺമെൻറ്റിൻ്റെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ഇതാണ്, അവരുടെ വിഷനാണ് MSC വരുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് 24 മണിക്കൂറൊക്കെ മാറ്റി പറഞ്ഞിട്ട് എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാൽ, ഞാൻ പറയാറുണ്ടല്ലോ ബാക്കി 4 വിരലും സ്വന്തം നെഞ്ചത്തോട്ടാണ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി പറഞ്ഞോ, ഏത് സംശയം ചോദിച്ചോളാം. ഒരു കരാർ ലംഘനം ഉണ്ടായിട്ടില്ലല്ലോ. കരാർ ലംഘനം ഓഹരി കൈമാറ്റം നടത്തിയാൽ കരാർ ലംഘനമാണ്. അല്ല, ചോദിച്ചോ. ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന്. ഇതാണ് സംഭവം. ദേശാഭിമാനിയാണ്. ഓഹരി കൈമാറ്റം നടത്തിയില്ലെന്ന്. അതാണ് ചോദിച്ചത്. അദ്ദേഹം അദ്ദേഹം ഇതുവരെ വിചാരിച്ചിരുന്നത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. എന്നോടൊരു ചോദ്യം, ഓഹരി കൈമാറ്റം നടന്നില്ല സ്നേഹിത, നടന്നില്ല. നടക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അത് മേജർ ഇതെന്ന് വെച്ചാൽ ഈ നമ്മളാണ് ഓണർ. ഞാൻ പറയില്ലേ, ഇതൊരു കൺസെഷൻ എഗ്രിമെൻ്റാണ്. അവർ ഡെവലപ്മെൻറ്റും ഓപ്പറേഷൻ നടത്താനുള്ള കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു പാർട്ടി മാത്രമാണ്. അവരുടെ ഷെയറാണ് അതിൻ്റെ അകത്തുനിന്ന് 49 അവർ വേറൊരു കമ്പനിക്ക് അവർ കൊടുക്കുന്നത്. അത് നമ്മുടെ ഓണർഷിപ്പിനെയോ നമ്മളെയൊന്നും ബാധിക്കില്ല. അവരുമായിട്ട് നമ്മൾ അദാനി പോർട്ടുമായിട്ടാണ് നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റ്. ആ അദാനി പോർട്ടിൻ്റെ ഓണർഷിപ്പിൽ അവരൊരു 49% അവരുടെ ഷെയർ കൊടുക്കുമെന്നാണ്. അപ്പോഴും അദാനി പോർട്ടിന് തന്നെയാണ് അവരുടെ ഈ ഇതിൻ്റെ അകത്ത് ഏറ്റവും മേജർ ഇത് 51% ഒഴിവാക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട കുറേ വകുപ്പുകളുണ്ട്, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. അതൊഴിച്ച് ആഭ്യന്തരവും വേണ്ട, ഫിനാൻസും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് സമ്മതിച്ചില്ല. ഫിനാൻസ് നിർബന്ധമായി മുഖ്യമന്ത്രി എടുക്കണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. നിർബന്ധമായി എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഫിനാൻസ് എടുത്തത്, അല്ലേ? ഞാൻ പോർട്ട് കൊടുത്തു. പോർട്ട് എന്താ എടുക്കാൻ കാര്യം? പോർട്ട് എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. ഈ സർക്കാരിൻ്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റ് പോർട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാകുമ്പോഴാണ് അതിൻ്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുള്ളൂ. വകുപ്പ് എടുക്കുന്ന അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊരു വില കുറഞ്ഞ വർത്തമാനമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹം ഇരിക്കുന്ന ആ കസേരയ്ക്ക് യോജിക്കാത്ത വർത്തമാനമാണ് ബഹുമാനപ്പെട്ട, എനിക്ക് വിഷമമുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എൻ്റെ മറു ചോദ്യമാണ്, ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? അല്ല ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എൻ്റെ മറു ചോദ്യം. അതിന് മറുപടി പറയട്ടെ. IT എന്തിനാണ് കയ്യിൽ വെച്ചത്? എന്തിനാണ് IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ ഞാനായതുകൊണ്ട്. ഞാൻ അതിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. അത് ഞാൻ ആ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വലിയ പത്രസമ്മേളനം ആക്ഷേപമൊക്കെ ഇട്ടു. എൻ്റെ തിരിച്ചുള്ളൊരു ചോദ്യം കേട്ടോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്താ ഇത്ര ഇൻട്രസ്റ്റ്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേട്ട ഒരാളാണ് ഞാൻ. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. I have made it very clear. This is a stand of the government. This is a stand of the cabinet. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ തലയിൽ മുണ്ടിട്ട് പോയാൽ മതി. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും. അത് മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ചല്ലോ, ഈ ഗവൺമെൻറ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങളിത്, ഞാൻ പറയട്ടെ, നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് സർക്കാരിൻ്റെ പുറകെ നടക്കുക.
ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഊതി വീർപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ ഈ കൊടുത്ത വാർത്തകളൊക്കെ കണ്ട് ഞാൻ നിശബ്ദനാണ് മറ്റാണെന്നൊക്കെ നിങ്ങൾ പറയും, ആസ്വദിച്ചിരിക്കുക. ഞാനതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്. ഞാനാണ് ഇപ്പോൾ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചത് ഞാൻ ഒറ്റയ്ക്കാണോ? ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തത്? ഒന്ന് ചോദിച്ചേ. ആ ചോദ്യത്തിനൊന്ന് മറുപടി പറ. ഏഷ്യാനെറ്റിൻ്റെ ലേഖനം ആ ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ പറയാണ്. അല്ലാതെ നോ ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റയ്ക്കെടുത്തതെന്ന് പറ. ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങളുണ്ടാക്കുന്ന വാർത്തകളാണ്. അല്ലല്ല ചോദിക്കേ. ഞാൻ ഒറ്റയ്ക്കെടുത്ത എൻ്റെ ചോദ്യം അതാണ്. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനം ഏതാ? നിങ്ങൾ പറയുന്നുണ്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്ത് തെറ്റാണ് ചെയ്തതെന്ന്, ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഒറ്റ ആൾക്ക് മറുപടിയില്ല. ഒരു ചോദ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയല്ല, തന്നല്ലോ നേരത്തെ. ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ. ഇനിയും ചോദിച്ച് മേടിക്കല്ലേ എൻ്റെ കയ്യിൽ നിന്ന്. വേറെയും ദേശാഭിമാനി എൻ്റെ അടുത്ത് 2025 വേറെ പറഞ്ഞ പോരെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങൾ വന്നിട്ട് എത്ര ദിവസമായി? ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി. പിന്നെ വന്ന ആരോപണങ്ങൾ മുഴുവൻ എന്താണ്? ഇത് മുഴുവൻ നേരത്തെ അറിയാമായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയായത് മെയ് 18-ാം തീയതിയല്ലേ. ഞാനെങ്ങനെ നേരത്തെ അറിയുന്നത്? പക്ഷെ പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 1 വർഷമായി ഈ വിവാദം വന്നതിന് ശേഷം ഈ അദാനി പോർട്ട് MSCയുമായി 1 വർഷമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം ഞങ്ങളും പഠിക്കണം, നിങ്ങളും പഠിക്കണം. റിപ്പോർട്ട് ചെയ്യുന്നവർ ഒരു 60% മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. പറഞ്ഞു, റിപ്പോർട്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഓഹരി കൈമാറ്റം നടന്നു എന്ന്. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ പോകണം. ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക് പോയിൻ്റാണിത്. അതവർ പരിശോധിക്കണം. മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിൽ പോകണം. അവരുടെ ഇത് കിട്ടണം. ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം. ഞങ്ങളുടെ മുമ്പിലുള്ള എന്താണ് കാര്യം? കൺസെഷൻ എഗ്രിമെൻറ്റിൽ അവരുടെ ഷെയർ അവർക്ക് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഞങ്ങൾ എന്തിനാണ് അപ്രൂവൽ കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പാടില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്, നമ്മളാണ് ഓണർ, നമ്മുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം. അല്ലാതെയുള്ള എന്തെങ്കിലും ഇതിലുണ്ടോ, ഇതിൻ്റെ ട്രാൻസ്ഫറിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം, നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും ഇവർ വന്നാൽ, ഗുണമാണോ ദോഷമാണോ? അതിനാണ് എംപവേർഡ് കമ്മിറ്റിക്ക് അത് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി അവർ പഠിച്ചു വന്നാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാങ്ഷനും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അല്ല, രാകേഷിന്റെ പ്രസ്താവന സ്പെസിഫിക് അല്ല എന്നാണ്. അല്ല, സ്പെസിഫിക് ആയിട്ട് കാര്യം പറയണം, എന്നാൽ എല്ലാവർക്കും ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് എന്നുള്ളത്. മുഖ്യമന്ത്രിയും പറയേണ്ടതുണ്ട്. കാരണം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നതിനേക്കാൾ പറയുന്നതാണ് നല്ലത്. ഒന്ന്, ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ആവിലും ഇല്ല ദുനിയാവിലും ഇല്ല എന്നുള്ള മട്ടിലേക്ക് എത്തിപ്പോകും. ഒരു പദ്ധതി അത് തുറമുഖമായാലും എയർപോർട്ടായാലും രണ്ടായാലും നമുക്ക് വേണം. ആ പദ്ധതികളെ ഒന്നും തന്നെ അപ്പോൾ ഗവൺമെൻറ്റിനെ അറിയിക്കാതെ ഓഹരി കൈമാറ്റത്തിന് മുതിരുന്നത് ഒരു നല്ല നീക്കമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. എല്ലാം ശോഭ കെടുത്തും. ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അത് UDFന് പോകാൻ മാത്രമേ, വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് UDFന് പോകാൻ മാത്രമേ ഈ വിവാദം ഉപകരിക്കൂ എന്നുള്ളതാണ് നിലപാട്. സ്വാഭാവികമായിട്ടും ഇത് ഇനി അങ്ങോട്ടേക്ക് താഴ്ന്ന കമ്മിറ്റികളിലടക്കം എല്ലായിടത്തും ഈ നിലപാട് പ്രതിഫലിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വങ്ങളിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് എന്ന് കൂടിയാണ് ഈ ഒരു നിലപാട് സൂചിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഇത് സഹായിക്കുക സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ പ്രതിപക്ഷ നിലപാടുകളെ ഇത് ദുർബലപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കേരളത്തിലെ ഏറ്റവും മിടുക്കരും പ്രഗത്ഭരുമായ പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിലേക്ക് മുഖ്യമന്ത്രി VD സതീശൻ ഇത്തരത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. മാത്രമല്ല വസ്തുതകൾ തെളിവ് സഹിതം നിരത്തുകയും ചെയ്തു. എന്നിട്ടും അതിന് മറുപടി പറയാനോ എതിരഭിപ്രായങ്ങൾ ഉന്നയിക്കുവാനോ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ലെന്നത് വസ്തുതയാണ്. ഇതിൽ നിന്നും ബോധ്യമാകുന്നത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്കും വിശ്വസ്തതയ്ക്കും അംഗീകാരം നൽകുന്നതായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ചോദ്യമുനകൾ കൊണ്ട് പലരെയും ഉത്തരം മുട്ടിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു തിരിച്ചടിയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. മുഖ്യമന്ത്രിയുടെ ചോദ്യം വളരെ പ്രസക്തവുമാണ്.
ഇത്തരം രാഷ്ട്രീയ നേതൃത്വത്തിനോടും ഭരണകർത്താക്കൾക്കും നേരെ പതിവായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പത്രപ്രതിനിധികളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമായിരുന്നു അത്. ഇക്കാര്യത്തിൽ ഇടതുമുന്നണി രണ്ടു പക്ഷത്തിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. EP ജയരാജൻ, KK രാഗേഷ്, ശ്രീമതി ടീച്ചർ, ഗോവിന്ദൻ മാസ്റ്റർ, ശൈലജ ടീച്ചർ എന്നിവരുടെ പ്രസ്താവനയും പ്രസക്തമാണ്. ആർക്കും സംശയം ബാക്കി നിൽക്കാത്ത തരത്തിൽ വിഷയം അവതരിപ്പിച്ചതിൽ മുഖ്യമന്ത്രി VD സതീശനെ വിശദീകരിക്കാൻ കഴിഞ്ഞു. അത് നമ്മുടെ നേട്ടമാണ്, സംസ്ഥാനത്തിന്റെ വിജയമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.